اللهم صل على سيدنا ومولانا محمد النبي الممجد وعلى آله وصحبه الموفين الوعد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഇഅ്തികാഫ് മറന്നവർ ഇഅ്തികാഫിന് നിയ്യത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാസത്തിൽ, വിശുദ്ധമായ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ചതുപോലെ സ്വർഗത്തിലും അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. റമളാനിലെ പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നരകമോചനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി സ്വർഗത്തിൻ്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ദുആ കണ്ട് ഏൽപ്പിച്ചവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ ദോഷങ്ങളും ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മാസത്തോളമായി നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ കാണുന്നത്. ബല്യഗന റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണം. റമളാനിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ടാകണം. റമളാന്റെ മുമ്പ് ഞങ്ങളെ മരിപ്പിക്കരുത് എന്ന് 2 മാസം മുമ്പേ നമ്മളൊക്കെ ദുആ ചെയ്തു. ഇമാമിങ്ങളൊക്കെ ദുആ ചെയ്തു, മഅ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞു. പക്ഷേ ഈ ദുആ സ്വീകരിക്കപ്പെടാത്ത, റമളാന്റെ തൊട്ട് തലേന്ന് പോലും മരണപ്പെട്ടു പോയ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് റമളാനിൽ ഹയാത്തോടെ നമുക്ക് റമളാന് സാക്ഷികളാകാൻ അവസരം തന്നത് നമ്മുടെ ആ പ്രാർത്ഥനയുടെ ദുആയുടെ ഉത്തരമാണ്. അതിന് നമുക്കുണ്ടാകേണ്ടത് ശുക്റാണ്, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുക എന്നുള്ളതാണ്. ഈ പരിശുദ്ധമായ റമളാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റമളാൻ എന്നുള്ളത് നോമ്പ് അള്ളാഹു നമുക്ക് നിയമമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് ഖുർആൻ പറയുന്നു. നോമ്പിന്റെ ലക്ഷ്യം, നോമ്പിന്റെ കാമ്പ് എന്ന് പറയുന്നത് തഖ്വയാണ്. ആ തഖ്വ ഉണ്ടാകാനുള്ള വഴികളാണ് പട്ടിണി കിടക്കുക, വിശപ്പ് സഹിക്കുക എന്നുള്ളത്. സുബൈ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് ഭക്ഷണങ്ങളും അന്നപാനീയങ്ങളൊക്കെ വെടിഞ്ഞ്, ലൈംഗികമായ ആസ്വാദനങ്ങളൊക്കെ വെടിഞ്ഞ് നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കുമ്പോൾ ഈ വിശപ്പിലൂടെയും പട്ടിണിയിലൂടെയും നമുക്ക് ഉണ്ടാകേണ്ടത് തഖ്വയാണ്. അതിന് വേണ്ടത് മാനസികമായ ഒരു മാനസികമായ മാറ്റം, അല്ലെങ്കിൽ മാനസികമായ ഒരു ഒരുക്കം, നമ്മുടെ മനോഭാവവും ചിന്താഗതിയും മാറ്റി നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. നോമ്പിന്റെ 1ാമത്തെ ഫർള് നിയ്യത്ത് എന്നാണ്. നമ്മുടെ നിയ്യത്ത് നന്നാക്കിയാൽ നമുക്ക് എന്തും സാധ്യമാകുമെന്നർത്ഥം. റമളാൻ അല്ലാത്ത സമയത്ത് മോശത്തരങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ റമളാനിൽ ഏതായാലും മിക്കവാറും വിട്ടു നിൽക്കും. റമളാനിൽ മദ്യപിക്കൂല, അല്ലെങ്കിൽ റമളാനിൽ വേണ്ടാത്തരം കാണൂല, റമളാനിൽ ജമാഅത്തിനൊക്കെ പള്ളിയിലേക്ക് വരും. വലിയ തിന്മകൾ നമുക്ക് റമളാനിൽ നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് കഴിയുന്നുണ്ട്? നമ്മൾ നോമ്പിന് നിയ്യത്ത് വെച്ചു. മാറണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മാറാൻ കഴിയുമെന്നർത്ഥം. അതാണ് അല്ലാഹു തആല പറയുന്നത്, നോക്കുന്നത്. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറാൻ കഴിയുമല്ലേ, വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ റമളാനിലൂടെ. അപ്പൊ റമളാൻ കഴിഞ്ഞാലും നമ്മൾ തെറ്റിലേക്ക് പോകണം. എന്തുകൊണ്ടാ? നമ്മൾ തെറ്റിന്ന് വിട്ടു നിൽക്കണമെന്ന് ചിന്തിക്കാത്തത് കൊണ്ട്. നമ്മുടെ നഫ്സിനെ കീഴ്പ്പെടുത്തണം, ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അത് അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ. ആഖിറത്തിൽ എന്നിട്ട് പടച്ചവന്റെ സാഹചര്യങ്ങളോട് ചെയ്തു പോയതാണ് എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. അങ്ങനെ റമളാൻ റമളാൻ നമുക്ക് വേണ്ടാതെ വെക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കാൻ, മനുഷ്യനെ തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാൻ നമുക്ക് ഖൽബ് കൊണ്ട് ഉറപ്പിച്ചാൽ, നിയ്യത്ത് ചെയ്താൽ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ന്യായം നമുക്ക് റബ്ബിന് മുമ്പിൽ പറയാൻ പറ്റൂല. റമളാനിൽ പള്ളിയിൽ ആൾ കൂടുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ഫില്ലാകുന്നതിനേക്കാൾ ഇന്ന് ജുമാക്ക് ഫില്ലായി കാണുന്നുണ്ട്. ജുമാക്ക് നേരത്തെ ആൾക്കാർ വരുന്നുണ്ട്, ജമാഅത്തിന് ആൾ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതിനാണ് നിയ്യത്ത് എന്നത് അള്ളാഹു നമുക്ക് നിയമമാക്കി തന്നത്. നിങ്ങൾ മനസ്സ് വെച്ചാൽ സാധിക്കുമെന്നർത്ഥം. എനിക്ക് 8 ഗുളികയുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, നോമ്പെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കല്ല. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. എങ്ങനെ ഇപ്പം നോമ്പെടുക്കുക?
ഗ്യാസിൻ്റെ അസുഖമുണ്ട്, വൈറസ് സംബന്ധമായ രോഗമുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ക്യാൻസറിന് മരുന്ന് കുടിക്കുന്നുണ്ട്. പക്ഷേ പല ആളുകളും, ഏത് വലിയ രോഗമുള്ള ആളുകളും റമദാനിൽ അതൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മരുന്നുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ടൈം മാറ്റി വെച്ച് അവർ 3 നേരം നല്ലത് നോമ്പെടുക്കുമ്പോൾ, അതുപോലെ തന്നെ തറാബീന് ശേഷം സുബൈൻ്റെ മുമ്പ് ഇങ്ങനെയൊക്കെ സമയം വെച്ച് നോമ്പെടുക്കുന്നുണ്ട്. കരുതിയാൽ കരുത്തു വെച്ചാൽ എന്തും സാധിക്കും എന്നുള്ളത്, അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഒരു പുഴയിലേക്ക് ചാടുമ്പോൾ തന്നെ അക്കരെ പറ്റണം, അക്കരെ നീന്തി അക്കരെ എത്തണമെന്ന് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ അക്കരെ എത്തും. ഇത് ഞാൻ മുഴുവനാക്കുമോ എന്ന് ചിന്തിച്ച് വെള്ളത്തിലേക്ക് ചാടിയാൽ വെള്ളം കുടിച്ച് മരിക്കുകയും ചെയ്യും. നമുക്കുണ്ടായിരിക്കേണ്ട സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസമാണ്. എന്നും രാവിലെ കഞ്ഞി കുടിച്ച് ശീലിച്ച ആൾക്കാർ, വീടി വലിച്ച് ശീലിച്ച ആൾക്കാർ, എന്നും വൈകുന്നേരം ചായ കുടിച്ച് ശീലിച്ച ആൾക്കാർ, റമദാനിൽ എന്താ അതൊന്നും വേണ്ടാത്തത്? പ്രസംഗിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ജീരകവെള്ളം ചുടുവെള്ളം കുടിക്കുന്ന പ്രഭാഷകന്മാർക്ക് റമദാനിൽ പകലുള്ള ക്ലാസ് എടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട്? നോമ്പിലാണ് എന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്തു. ആ മനസ്സിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ചിന്താഗതിയാണ് വിഷയം. ഏത് എലിയെയും പൂച്ച ഓടിയിട്ട് പിടിക്കാറില്ല. എലിയേക്കാൾ മണ്ടാനും ഓടാനും ശക്തിയും കഴിവുമൊക്കെ പൂച്ചക്കുണ്ട്. പിന്നെ പതുങ്ങി നിന്നിട്ടാണ് എലിയെ പിടിക്കാറുള്ളത്. എന്തുകൊണ്ട്? എലിയെ സംബന്ധിച്ചിടത്തോളം എലിയെ ഓടിച്ചു പിടിക്കാൻ പൂച്ചക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു ചിന്താഗതിയുണ്ട്. ഈ എലി മരണപ്പാച്ചിൽ പായുമ്പോൾ പൂച്ചക്ക് എത്തിപ്പിടിക്കാനും കഴിയൂല. എലിയേക്കാൾ ശക്തി പൂച്ചക്കാണെങ്കിലും പൂച്ച ഓടുന്നത് ഡൈനിങ് ഹാളിലേക്ക്, ക്യാൻറ്റീനിലേക്ക് തിന്നാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ എലി ഓടുന്ന അങ്ങനല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരണപ്പാച്ചിലാണ്, ശക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് വീടിന് തീപിടുത്തുണ്ടാകുമ്പോൾ ഏത് വയസ്സനായ ആളും ഏത് ഉയരത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നത്. അത് ആത്മരക്ഷാർത്ഥം, ജീവരക്ഷാർത്ഥം. അപ്പൊ അതിനോട് പൊരുത്തപ്പെടും. അപ്പൊ എലി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവരക്ഷാർത്ഥം ഓടുമ്പോൾ ശക്തി കൂടും. കാരണം ചിന്താഗതി മാറുന്നു, മനോഭാവം മാറുന്നു. ഇതാണ് നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. നിങ്ങളെ ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നവൈത്തു സോമഹദിൻ അൻ അദാഇ ഫർള റമദാൻ എന്ന നിയത്ത് വെച്ചാൽ എന്തിനേയും നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കും. നമുക്ക് നിയന്ത്രണം കിട്ടുന്നുണ്ടല്ലോ. ഇനി വേണ്ടത് ഈ നിയന്ത്രണം റമദാൻ കഴിഞ്ഞാലും നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. റമദാൻ രക്ഷപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് റമദാനിന് ശേഷമുള്ള മനുഷ്യന്റെ ജീവിതം സംസ്കരിക്കപ്പെടുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ആ രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. റമദാന്റെ എല്ലാ സുഹൃതങ്ങളും, ഈ വരണ്ടുണങ്ങിയ നമ്മുടെ വയറും നാവും നമ്മുടെ തൊള്ളയും, ഇതുപോലെ വരണ്ടുണങ്ങിയ നമ്മുടെ മനസ്സും സുഹൃതങ്ങളെ കൊണ്ട് നന്മകൾ പെയ്തിറങ്ങാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സുഹൃത വർഷങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ ഉണ്ടാവണം. തറാവീഹിനും ഏത്തിക്കാഫിനും ദാനധർമ്മങ്ങൾക്കും ഒക്കെ റമദാനിൽ നമ്മൾ അധികമായി താല്പര്യമെടുക്കണം. പട്ടിണി കിടന്ന് നോമ്പെടുത്താൽ മാത്രം പോരാ. ഇന്ന് സുബൈന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ റമദാൻ 30 ദിവസം ഒരു ട്രെയിനിങ് പീരീഡാണ്, ഒരു പരിശീലന കളരിയാണ്. എല്ലാം പരിശീലിക്കണം. പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ 10,000 മീറ്റർ ഓടാൻ പറഞ്ഞാൽ ഓടാൻ തയ്യാറായി, ചാടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ചാടൂല. എന്നാൽ അവർക്ക് റിക്രൂട്ട്മെന്റ് കിട്ടൂല, റിക്രൂട്ട് ചെയ്യപ്പെടൂല. പട്ടാളത്തേക്ക് അവർക്ക് എൻട്രൻസ് കിട്ടൂല. ചാടാൻ പറഞ്ഞാൽ ചാടും വേണം, ഓടാൻ പറഞ്ഞാൽ ഓടും വേണം, കയറാൻ പറഞ്ഞാൽ കയറും വേണം, വെള്ളത്തിൽ നീന്താൻ പറഞ്ഞാൽ നീന്തും വേണം. എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതൊരു കളരിയാണ്. ആ കളരി പാസ്സായെങ്കിൽ മാത്രമേ അതിലേക്ക് റിക്രൂട്ട്മെന്റ് കിട്ടുള്ളൂ, അതിലാണ് പാസ്സാവുള്ളൂ. ഇതുപോലെ റമദാനിൽ നോമ്പ് മാത്രമേ എടുക്കുള്ളൂ, തറാവീഹ് വേണ്ട എന്ന് വെക്കാൻ പറ്റൂല. തറാവീഹും വേണം, ഈത്തിക്കാഫും വേണം, ദാനധർമ്മങ്ങളും വേണം, വെട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, പള്ളിയൊക്കെ ജമാഅത്തിന് വരണം. എല്ലാ നന്മകളും എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും ചെയ്യണം. കാരണം ഈ സമയത്ത് അള്ളാഹു നമുക്ക് സൗകര്യം ഏർപ്പെടുത്തി തന്നു. റമദാനായാൽ എല്ലാ പിശാചുക്കളെയും അള്ളാഹു ചങ്ങലക്കിടപ്പെടും, സുഫിദത്ത് ശയാത്തീൻ. എല്ലാ പിശാചുക്കളെയും അള്ളാഹു ബന്ധിക്കുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൽഹിയിലോ തിരുവനന്തപുരത്തോ എന്തെങ്കിലുമൊക്കെ വലിയ ആഘോഷ പരിപാടി ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും വലിയ സെലിബ്രേഷനുകൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും വലിയ റിപ്പബ്ലിക് പരിപാടിയോ സ്വാതന്ത്ര്യദിന പരിപാടിയോ ഏതെങ്കിലും വലിയ പരിപാടി ഉണ്ടാകുമ്പോൾ മുൻകരുതൽ എന്ന നിലക്ക് സർക്കാർ എന്ത് ചെയ്യും? പോലീസ് ആദ്യം ചെയ്യും, വലിയ കേടികളൊക്കെ ഒന്ന് തടവിലിടും. ജാമ്യത്തിലിറങ്ങി നടക്കുന്ന വലിയ കേടികളെയും വലിയ കുറ്റവാളികളൊക്കെ ഒന്ന് പിടിച്ചകത്തിടും. എന്തിന്? അലങ്കോലപ്പെടുത്താതിരിക്കാനാണ്. ഇത് പൊലിമ നഷ്ടപ്പെടുത്താതിരിക്കാൻ ആ കുറ്റവാളികളൊക്കെ ആദ്യം ഒന്ന് തടങ്കിലിടും, കരുതൽ തടങ്കിലിടും. അല്ലെങ്കിൽ ഒരു പൊലിമ നഷ്ടപ്പെടാതിരിക്കാൻ അവരെന്ത് ചെയ്യും? തടവിലാക്കും. ഇതന്നെയാണ് റമദാൻ. റമദാൻ വരുമ്പോൾ അള്ളാഹ് ആദ്യം ശൈത്താനികളൊക്കെ എന്ത് ചെയ്യും? ചങ്ങരക്കിടപ്പെടും. എല്ലാവരും ചങ്ങരക്കിടും, എല്ലാവരെയും ബന്ദികളാക്കും. എന്തിനാ? നമുക്ക് ജമാഅത്തിന് പള്ളിക്ക് വരണം, തറാവീഹിന് പള്ളിക്ക് വരണം, വെർത്തികേടുകളും പോൺ സൈറ്റുകളും ഓപ്പൺ ആക്കാതിരിക്കണം, നന്മകൾ അധികരിപ്പിക്കണം. അതിന് പിശാചിന് ആദ്യം എന്ത് ചെയ്യണം? ചങ്ങരക്കിടണം. അതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ട് പോലും നന്മകൾ അധികരിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഈ റമദാനിലും കുത്തിത്തിരിപ്പും ഫസാദും പാരവക്കലും ഗീബത്തും നമീമത്തും നമ്മിൽ നിന്ന് വന്നെങ്കിൽ നമ്മൾ വലിയ ഹതഭാഗ്യരാണ്. റമദാൻ കഴിഞ്ഞു പോകുമ്പോഴും ദോഷങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നാശം 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 എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മൾ വേനൽ സമയത്ത്, ചൂട് സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിരിക്കും.
എന്നാൽ ഐസ്ലാൻഡ് പോലെയുള്ള നോർവേ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ 22 മണിക്കൂർ പോലും നോമ്പനുഷ്ഠിക്കുന്നവരുണ്ടെന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ 10 മണിക്കൂർ, ചുരുങ്ങിയ മണിക്കൂറുള്ള രാജ്യങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക ഏത് വലിയ കഠിനമായതും സഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ബോധം നമ്മുടെ മനസ്സിന് ആദ്യം കൊടുക്കുക. പട്ടിണിയിലൂടെയും ഈ വിശപ്പിലൂടെയും നമുക്ക് കിട്ടേണ്ടത് തഖ്വയാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടി. അതാ നമുക്കില്ലാത്തത്. പട്ടിണി നമുക്കുണ്ട്, വിശപ്പ് നമുക്കുണ്ട്, നല്ല മുന്തിയിനം കാരക്ക കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്നുണ്ട്, എല്ലാം നമുക്കാണ്. പക്ഷെ തഖ്വ മാത്രം കിട്ടുന്നില്ല. ലക്ഷ്യം തഖ്വയാണ്. എന്തിനാണ് നോമ്പെടുക്കേണ്ടത്? തഖ്വ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. ലഅല്ലകും തത്തഖൂൻ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുക, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ചെയ്യാതിരിക്കുക. ഏത് സാഹചര്യങ്ങൾ വന്നാലും, ഏത് വലിയ പ്രതികൂല സാഹചര്യമായാലും തെറ്റിലേക്ക് വഴി വീഴാതിരിക്കുക. നമ്മൾ വീണുപോകും. ആഘോഷ പൊലിമകൾ കാണുമ്പോൾ, സെലിബ്രേഷൻസ് കാണുമ്പോൾ, ക്യാമ്പസുകൾ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കല്യാണമേളകളിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ ലയിച്ചു പോകും. കണ്ണിനും കാതിനും ഹൃദ്യമാണെങ്കിൽ കണ്ണിനും കാതിനും ആകർഷണീയമാണെങ്കിൽ ആസ്വദിച്ചു പോകും. അതല്ല തഖ്വ. അതൊന്ന് വിട്ടുക്കാൻ കഴിയണം. ഏത് തിന്മയിൽ നിന്നും ഏത് സാഹചര്യം വന്നാലും വിട്ടുക്കാൻ കഴിയണതാണ് തഖ്വ. ആ തഖ്വ ഉണ്ടാകാൻ റമദാനിലെ നോമ്പ്. അതില്ലാതെ നമ്മൾ പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? എത്ര നബിയത്വ സോമകത്തിന് എന്ന് വെച്ചത് കൊണ്ടോ എത്ര തറാവി നിസ്കരിച്ചിട്ട് എന്താ കാര്യം? തറാവി ഒന്നും നിർബന്ധമല്ല. ഇനി റമദാനിലെ നോമ്പ് സുഖമില്ലാത്ത ആൾക്കാർ നിർബന്ധമല്ല, പക്ഷെ തഖ്വ നിർബന്ധമാണ്. ഒരാൾക്ക് സുഖമല്ല, എന്നാ നോമ്പ് എടുക്കണ്ട, മുദ്ദെടുത്താൽ മതി. ഈ മുദ്ദെടുക്കാനും കഴിയൂല, ചെന്നിയാണ്. എന്നാ മുദ്ദും കൊടുക്കണ്ട, നോമ്പ് കൊടുക്കണ്ട, ഒന്നും വേണ്ട, ബുദ്ധിയില്ലല്ലോ, എന്താ ചെയ്യാ? അപ്പൊ നോമ്പന് നിർബന്ധമല്ല. അപ്പൊ ഇവിടെ നോമ്പല്ല വിഷയം. തറാവി നിസ്കരിച്ചില്ല, ഒരാൾ ജമാഅത്തിന് വന്നില്ല, ഒറ്റക്ക് വീട്ടിൽ നിസ്കരിച്ചു, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പള്ളിക്ക് വന്നില്ല, തറാവിയില്ല, ഖത്ം നിർത്തണം, ഒന്നും പ്രശ്നമല്ല. എന്താ നിർബന്ധം? തഖ്വ നിർബന്ധമാണ്. ആ നിർബന്ധമായ തഖ്വയെ സ്വായത്തമാക്കാൻ, ആ തഖ്വയെ നേടിയെടുക്കാനാണ് അള്ളാഹു നമുക്ക് പട്ടിണി തന്നത്. ഒന്ന് പട്ടിണി കടന്ന് മെരുക്കി ശരീരത്തെയൊക്കെ ശരിക്കൊന്ന് ട്രെയിനിങ് ചെയ്ത് മെരുക്കിയെടുത്ത് ആഗ്രഹങ്ങളൊക്കെ ചിറകെട്ടാൻ. നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ പള്ളമ കയ്യേക്കുന്നത്. ഇതിന്റെ താഴെയാണ് എല്ലാ മോശപ്പെട്ട അഥവാ വികാരങ്ങളും. പള്ള നടക്കണം, സദാസമയം തിന്നണം, കുടിക്കണം, അത് പള്ളന്റെ ആഗ്രഹമാണ്. പിന്നെ താഴെ ലൈംഗികമായ ചിന്തകൾ, അതായത് സെക്സുകൾ, അതിനെ ചിറകെട്ടാൻ. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പള്ളമ 2 കയ്യും കെട്ടി കെട്ടി വെക്കണം. എന്താ അറിയോ? അഥമ വിചാരങ്ങളിൽ നിന്ന് ഇതൊന്നും മേപ്പോട്ട് പോരരുത്. അള്ളാഹുവിലേക്കുള്ള നിസ്കാരത്തിലാണ്, ഞാൻ മുനാജാത്തിലാണ്, റബ്ബുമായുള്ള സംസാരത്തിലാണ്, മലക്കൂത്തിയായ ലോകത്തേക്ക് ഉയർന്നു പോകുകയാണ്. അതുകൊണ്ട് താഴേക്കിന് ചിന്തിക്കരുത്. താഴേക്കുള്ള നോട്ടല്ല, താഴേക്കുള്ള ചിന്തയില്ല. തിന്നുക, കുടിക്കുക, അതുപോലെ ലൈംഗികമായി ആസ്വദിക്കുക, ഇതൊക്കെ ഞാൻ ചിറകെട്ടിയിരിക്കുന്നു പടച്ചോനെ. ഇതിനാണ് കൈ വെക്കുന്നത്. ചിറകെട്ടിയിട്ട് അഥമ ചിന്തകളിൽ നിന്ന്, കാമക്രോധ വൈകാരികേച്ഛകളിൽ നിന്ന്, അവനെ തിന്നാ കുടിക്കാൻ ഇതിന്റെ ആസക്തിയിൽ നിന്ന് കൈ കെട്ടി ചിറവെട്ടിയിട്ട് റബ്ബിലേക്ക് പറക്കുകയാണ്. അല്ലാഹു അക്ബർ. ഒരു പക്ഷി തന്റെ ചിറക് മുകളിലേക്ക് ആ ചിറകിട്ടടിച്ച് അല്ലാഹു അക്ബർ എന്ന് പക്ഷി പറക്കുന്ന പോലെ റബ്ബിലേക്കുള്ള യാത്രയാ നിസ്കാരം. യഥാർത്ഥ ആൾക്കാർ നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ കാട്ടിക്കൂട്ടണ നിസ്കാരത്തെ പറ്റി അല്ല ഈ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത്, നോമ്പിന്റെ ആത്മീയത നമുക്ക് നഷ്ടപ്പെടരുത്, തഖ്വ നമുക്ക് നഷ്ടപ്പെടരുത്. അള്ളാഹുവിൽ നിന്നുള്ള അൽ ഖൗഫു മിനൽ ജലീൽ. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങള് ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരൻ, വീട്ടിലെ പണിക്കാരൻ നല്ല ഒരു ഫുഡ് കൊണ്ടുവന്നു കൊടുത്തു. സിദ്ദീഖ് തങ്ങൾ നല്ല തിന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ബഹുമാനപ്പെട്ടവർ തിന്നു. അത് തിന്നു കഴിഞ്ഞപ്പോ വേലക്കാരൻ ചോദിച്ചു, അല്ല യജമാന, നിങ്ങൾക്കറിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന ഫുഡ് എന്റെ വകയാണ് കേട്ടോ. ആയിക്കോട്ടെ മോനെ, സന്തോഷം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ ഫുഡിന്റെ പൈസ എങ്ങനത്തെ പൈസ എന്നറിയോ? ഞാൻ ജോത്സ്യപ്പണി ചെയ്തിരുന്നു പഴയ കാലത്ത്. എനിക്ക് ജോത്സ്യപ്പണിയൊന്നും അറിയില്ല. കുറെ കള്ളത്തരത്തിലൂടെ ഞാൻ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിരുന്നു. കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ പൈസ കൊണ്ട് വാങ്ങിയ ഫുഡാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് തിന്നാൻ തന്നത്. ഉടൻ തന്നെ സിദ്ദീഖ് തങ്ങൾ തന്നെ കൈവിരൽ കണ്ണാക്കിലേക്ക് ഇട്ടു. വായിലെ കണ്ണാക്കിലേക്ക് കുത്തിയിട്ട് ഇറക്കിയിട്ട് വയറ്റിലുള്ള മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു. മുഴുവനും ഛർദ്ദിച്ചു. അണ്ണാക്കിലേക്ക് കൈയിട്ടുകൊണ്ട് വിരലിട്ടുകൊണ്ട് മുഴുവനും ഛർദ്ദിച്ചു. ഫുള്ള് ഛർദ്ദിച്ചു, എല്ലാം ഛർദ്ദിച്ചു. പിന്നെയും അണ്ണാക്കിലേക്ക് കൈയിട്ടുകൊണ്ട് ഛർദ്ദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹറാമിലൂടെ സമ്പാദിച്ച് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തിനാണ് എനിക്ക് നീ ഭക്ഷണം തന്നത്?
എന്റെ വയറിൽ ഹറാമിന്റെ ഒരു അംശം പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വായിലേക്ക് വിരലിട്ടുകൊണ്ട് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് ഒരു അഭിപ്രായം, ഫമ്മാമൻ ഖാഫ മഖാമ റബ്ബി ഫമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിനെ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഇങ്ങനെ തഖ്വ ചെയ്തുകൊണ്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കി. ഇതിനാണ് തഖ്വ എന്ന് പറയാം. എന്ത് പലിശക്കാരന്റെ ഫുഡ് വെച്ചാൽ എന്താ കുഴപ്പം? ഇതപ്പം നമ്മൾ ചിന്തിക്കുക, എങ്ങനെയെങ്കിലും സമ്പാദിച്ചാൽ മതി എന്ന് ചിന്തയാൻ അവിടൊക്കെ നമുക്ക് നഷ്ടപ്പെടും തഖ്വയാണ്. ഏത് അമലും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വ ഉണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് പ്രായമായ ആൾക്കാർ നമ്മളൊക്കെ ചിന്തിക്കുക, ചിലപ്പോൾ നന്മകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഇക്കാരം കൂട്ടുകെട്ടും സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു പോകും. അത് മതിയാവും പരാജയപ്പെടാൻ. അന്തിമ വിജയം ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. 2 മണിക്കൂർ കളിയുണ്ടെങ്കിൽ അവസാനത്തെ മിനിറ്റിൽ ഗോളടിച്ചു പോലെ ജയിക്കുക അല്ലേ? 60 മിനിറ്റ് കളി ഉണ്ടെന്ന് 59 മിനിറ്റിലും ജയിച്ചെന്ന ടീം നല്ല കപ്പുണ്ട് പോവാം. 1 മിനിറ്റിൽ ആരാ ജയിക്കുക? ലാസ്റ്റ് ആർക്കാണ് ഗോളടിച്ചത് അവർ ജയിക്കും. അന്തിമ നോക്കണത്. കല്യാണം, വലിയ കല്യാണം, 5000 ആളെ കല്യാണം ഒക്കെ ഉഷാറാ. ലാസ്റ്റ് വന്ന 50 ആൾക്ക് ചോറിട്ടില്ലെങ്കിൽ കല്യാണം കൊളായി, എരപ്പായി, ചീത്തപ്പേരായി. ഇവിടെ 4950 ആൾക്ക് ചോറിട്ടിട്ടും കാര്യമല്ല, 50 ആൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് ചേപ്പറത്രായി. ഇതാണ് വിഷയം. ലാസ്റ്റ് ചോറിട്ടില്ലെങ്കിൽ മോശമായില്ലേ? അതിന് മുപ്പുറത്ത് എത്ര ആൾക്ക് ചോറിട്ടിട്ടും കാര്യമില്ല. ഇതുപോലെ നിങ്ങൾ എത്ര നിസ്കാരും നോമ്പും ദിക്റും സ്വലാത്ത് എന്താണ് കാര്യമില്ല, അവസാനം നമ്മൾ ആക്കിബത്ത് മോശമായാൽ എല്ലാം പോയി. അതുകൊണ്ട് ആക്കിബത്ത് മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് തഖ്വ നമുക്ക് മരിച്ചും ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സാധനമല്ല ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞത് മരിച്ചും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമ്മൾ ഉണ്ടാക്കണം. മരിക്കണ വരെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ണൂക്കും 40ഉം 7ഉം കഴിച്ചിട്ട് ഒരു തല്ലിട്ട് അങ്ങനത്തെ പരിപാടി ഇല്ല. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. നമ്മൾ ഈമാൻ നമ്മളെ രക്ഷപ്പെടുത്തണം. അതൊക്കെ ഉപകരിക്കും. അതിന് ജസ്റ്റ് പാസ് മാർക്ക് വേണം. SLC തോറ്റാ പിന്നെ ഒരു MLAയും എന്ത് ചെയ്യൂല, റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ. ഒരു MPയും ഒരു മന്ത്രിയും പ്രധാനമന്ത്രി റെക്കമെൻഡ് ജയിക്കണം, എന്നാലേ പിന്നെ +1 സീറ്റ് റെക്കമെൻഡ് നടത്തുള്ളൂ. ഈമാൻ ഉണ്ടാവണം. പിന്നെ എത്ര മോര് തീറ്റു ഈമാൻ അല്ലെങ്കിൽ രക്ഷയും കിട്ടൂല. അതുകൊണ്ട് മരിക്കണത് വരെ നമുക്ക് ഈമാൻ കിട്ടാതെ മരിക്കാൻ നേരത്ത് മൂലാരെ ദ്വാരക്കണ ഈമാൻ ഉണ്ടാവണം. ആ ദ്വാരക്ക് അർത്ഥമല്ല, നമ്മൾ ഈമാനോട് ജീവിക്കുമ്പോൾ അത് കിട്ടുള്ളൂ. ആഖിറും അങ്ങനെ തന്നെ. അതുകൊണ്ട് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ഈ തഖ്വ ഉണ്ടാക്കാനാണ് പരിശുദ്ധ നോമ്പ് എന്ന് ആദ്യം നിങ്ങളും ആദ്യം നഫ്സിനോടും ഞാൻ വസീയത്ത് ചെയ്യുന്നു. ഈ തഖ്വ അള്ളാഹനെ മാത്രം പേടിക്കുക, വേറെ ഒന്നുമല്ല. ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 100 കണക്കിന് ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. കറുത്തിരുണ്ട പാവപ്പെട്ട ക്ഷീണിച്ചു വരഞ്ഞ ഒരു ആട്ടിടയനെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആട്ടിടയനോട് ചോദിച്ചു, അല്ലടാ നിനക്ക് 100 കണക്കിന് ആടുകളുണ്ടല്ലോ, ഒരു ആടിൻകുട്ടി എനിക്ക് തരും. അപ്പൊ ആ മനുഷ്യ ആട്ടിടയൻ പറഞ്ഞു, ഇത് എന്റേതല്ല, ഇതെല്ലാം ഇതിന്റെ യജമാനന്റെ ആടാണ്. അവൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, യജമാനന്റെ ആടാണെങ്കിൽ ഒന്ന് തന്നാളെ പൈസ ഞങ്ങൾ തരാം, എന്നിട്ട് ആ ആടിനെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി നിനക്കും തരാം. യജമാനോട് നീ പറഞ്ഞാൽ മതി, ഒന്ന് ചെന്നായ കടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതിയാണ്. അപ്പൊ ആട്ടിടയൻ പറഞ്ഞു, വലാകിൻ അയ്നല്ലാഹ്, യജമാനോട് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അള്ളാഹുവിനോട് എന്ത് പറയും? യജമാനോട് അങ്ങനെ കള്ളം പറയാം, പക്ഷേ രാജാതിരാജനായ റബ്ബിനോട് എന്ത് പറയും? ആട്ടിടയന്റെ തഖ്വ കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആട്ടിടയനെ, അതിന്റെ മുതലാളിയെ കണ്ട് പൈസ കൊടുത്ത് ആട്ടിടയനെ മോചിപ്പിക്കുകയും ആട്ടിടയന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. ആട്ടിടയനെ പോലുമുള്ള ബോധം അല്ലാഹ്. ഈ CCTV ക്യാമറ സദാസമയം റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം. അള്ളാഹിനെ കാണാൻ വേണ്ടി മൂസാ നബി പോയപ്പോൾ അള്ളാഹ് പറഞ്ഞത് 40 ദിവസം നോമ്പെടുത്തിട്ട് വാന്നാ. അപ്പൊ നോമ്പിലൂടെ കിട്ടേണ്ടത് അള്ളാഹുവിനെയാണ്, നോമ്പിലൂടെ ലഭ്യമാകേണ്ടതും അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ റമളാനിലാണുള്ളത്. ഈ റമളാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. തഖ്വ എന്നുള്ളത് നേടിയെടുക്കാനുള്ള വഴിയാണ് പട്ടിണി കിടക്കലും വിശപ്പും ദാഹം സഹിക്കലും ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതെയാക്കി വെക്കലൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. റമളാൻ യഥാർത്ഥ ഫലം കിട്ടിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയില്ലാതെ എത്ര നോമ്പർപ്പിച്ചത് കൊണ്ടോ നോമ്പെടുത്തത് കൊണ്ടോ ഒരു കാര്യമില്ല. തഖ്വയാണ് പ്രധാനം. നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പത്താണ്. ഇന്നിപ്പോൾ സഹചാരിയുടെ പിരിവുണ്ട്, SKSFിന്റെ കുട്ടികൾ ഇന്ന് പിരിവുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി. കഴിഞ്ഞ വർഷം അവർ 585 ഹൃദയരോഗികൾക്ക് 38,49,000 രൂപ കൊടുത്തു. ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1240 രോഗികൾക്ക് 63,90,500 രൂപ അവർ കൊടുത്തു. ആക്സിഡന്റ് പെട്ടി കിടക്കുന്ന രോഗികൾക്ക് 64 ലക്ഷത്തിലേറെ പൈസ കൊടുത്തു. അതുപോലെ ക്യാൻസർ ബാധിച്ച 73 കുട്ടികൾക്കുള്ള ചികിത്സ, ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച സേചന്ദ്രന്റെ പിരിവാണ്. റമളാനിലൊക്കെ നന്നായി കൊടുക്കുക.
കൊടുക്കുക നമ്മൾ. എന്താ അള്ളാഹു പറഞ്ഞത്? നബി നിങ്ങൾ എന്താ പറഞ്ഞത്? ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നന്മ ചെയ്യ്, എന്നാ യർഹമുക്കും മൻ ഫിസ് സമ, അള്ളാഹ് നിങ്ങളെ കാര്യം ഏറ്റെടുക്കും. നമ്മളെ കാര്യം നമ്മൾ ഏറ്റെടുത്താൽ ഓടിയെത്തൂല. അപ്പൊ നമ്മളെ കാര്യങ്ങൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. എങ്ങനെ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക എന്നാൽ മറ്റുള്ളവരെ കാര്യം ഏറ്റെടുക്കുക, മറ്റുള്ള ആൾക്കാരെ കാര്യം ഏറ്റെടുക്കുക, മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക, അവർക്ക് പൈസ, രോഗികൾക്ക് സഹായിക്കാൻ, അവർക്ക് കുട്ടികളെ കെട്ടിക്കാൻ, വീട് വെക്കുക, മറ്റുള്ള ആൾക്കാരെ കാര്യം നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കും. അപ്പൊ ഏറ്റവും വലിയ ഈസി ഒരു കുറുക്കു വഴി എന്താ വെച്ചാൽ, നമ്മുടെ കാര്യം എളുപ്പത്തിൽ നടക്കണോ, നമ്മൾ മറ്റുള്ള ആൾക്കാരത് ചെയ്തു കൊടുത്താൽ മതി. അത് അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ കൊണ്ടുവരുന്നത് നടക്കൂല, കൂട്ടിയാൽ കൂടൂല. അപ്പൊ നമ്മുടെ കാര്യം എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. എങ്ങനെ? മറ്റുള്ളവരെ ഏറ്റെടുത്താൽ, മറ്റുള്ളവരെ നിങ്ങൾ ഏറ്റെടുത്താൽ, മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് റമളാൻ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ പത്താണ്, കാരുണ്യത്തിന്റെ മാസാണ്. നമ്മൾ കരുണ ചെയ്യുമ്പോഴേ അള്ളാഹു നമുക്ക് കരുണ തരുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴേ നമുക്ക് വിട്ടുവീഴ്ച കിട്ടുള്ളൂ. വെള്ളിയാഴ്ച ജുമഅക്ക് വരുമ്പോൾ ഖതീബ് മിമ്പറിനെ പോകുന്നത് വരക്കണത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അപ്പൊ ഇവിടെ ദ്വാരക്കണം എന്താ എല്ലാവരും? ആമീൻ. അപ്പൊ ഇതിന്റെ ശത്രുണ്ട്, ഓരോ മുഅ്മിനെ പെടും. അപ്പൊ യഥാർത്ഥം മറ്റുള്ള സുഹൃത്തിന് പുറത്തു കൊടുക്കാത്തവന് ശരിക്കും ജുമാനെ കിട്ടണില്ല. കാരണം ഇവിടെ ജുമഅക്ക് എല്ലാവരും ഒരുമിച്ച് കൂടാം. ഇതൊക്കെ ചിലപ്പോൾ ശത്രുക്കളുടെ ആൾക്കാരുണ്ടാവും, അയൽവാസികളോട് ശത്രുതയുള്ള ആൾക്കാരുണ്ടാവും, കുടുംബത്തിൽ ശത്രുത ആൾക്കാരുണ്ടാവും. ഖതീബ് ദ്വാരക്കണം എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ആമീൻ. അപ്പൊ ശത്രുവിനെ അതിൽപ്പെടുത്തി. അപ്പൊ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ശത്രുത ഉണ്ടാവില്ല. നമ്മൾ ദ്വാരക്കണം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ വിട്ടുവീഴ്ച നമ്മൾ ചെയ്താലേ അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യൂ. നമ്മൾ കരുണ ചെയ്താലേ അള്ളാഹു നമ്മളോട് കരുണ ചെയ്യൂ. നമ്മൾ ആരെയും സഹായിക്കരുത്. ഞാൻ ഒരു വെള്ളിയാഴ്ച പറഞ്ഞത്, നമ്മൾ ആരെയും സഹായിക്കരുത്. പിന്നെന്താ ചെയ്യണത് അറിയോ? അവരുടെ അവകാശം കൊടുക്കുകയാണ്. നമ്മൾ സഹായിക്കുക എന്നുള്ള ചിന്തന ഉണ്ടായിരുന്നു. ഭാഷാപരമായി നമ്മൾ സഹായിക്കുക അറിയും. അവനാന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ സഹായിച്ചു അറിയോ? ആരെയും പറയോ? അവനാന്റെ കുട്ടികൾക്ക് സ്കൂൾക്ക് ബാഗ് വാങ്ങി കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ സഹായിച്ചു പറഞ്ഞ ഫോട്ടോ എടുത്ത് പുറത്തു കൊടുക്കുമോ? അത് ചെയ്യേണ്ടതാണ്. അതിന് സഹായം തന്നെ നീ ചെയ്യേണ്ടതാണ്. അത് നീ ഇതെന്നാണ് പാവങ്ങളും ഇതൊക്കെ പാവപ്പെട്ടവർക്കും അഗതികൾക്കും നിങ്ങളെ സ്വത്തിൽ അവകാശമുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. നമ്മൾ അവകാശം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഉദാര മനസ്കതല്ല, ഉദര മനസ്കതനെ വേണം. ഉദരം എന്ന് പറഞ്ഞാൽ പള്ള. നമ്മളൊക്കെ പള്ളയിൽ ഒരു വാപ്പാന്റെ ഒരു ഉമ്മാന്റെ വയറ്റിലുണ്ടായ ആൾക്കാരാണ്. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഉദര മനസ്കതയിലേക്ക് മാറണം, ഉദാര മനസ്കതയിൽ നിന്ന്. നമ്മളെ സഹായിക്കുന്നതിനേക്കാൾ നമ്മൾ അവകാശം കൊടുക്കുകയാണ്. അള്ളാഹു നമ്മൾ അവരെ സഹായിക്കാൻ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് റമളാൻ മുഴുവനും സ്വതക്കയും ദാനധർമ്മങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളുമായി നമ്മളെല്ലാവരും സജീവമാകണം. ഖുർആൻ പറയാണ്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദുഹു ഇൻദല്ലാഹി ഹുവ ഖൈറ. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. സഹചാരിയുടെ പിരിവുണ്ട്. പറ്റുന്ന ആളുകളൊക്കെയും സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ വിജയകരമാക്കി കൊടുക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു ചികിത്സ ആശ്വാസമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ മറ്റൊരു ഈ ദിവസം സൗദിയിൽ വെച്ച് മരണപ്പെട്ടു പോയ പണ്ഡികശാരൻ നാസർ എന്ന കുഞ്ഞാപ്പ മക്കയിൽ വെച്ച് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി 1000 രൂപ പള്ളിക്ക് സംഭാവന തന്നു. അള്ളാഹു സ്വതക്ക സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല തീർത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നത്, നമ്മുടെ ചുങ്കത്തെ ആ റോഡ് വികസനത്തിന് വേണ്ടി പൊളിക്കപ്പെടുന്ന പള്ളി ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, പള്ളി എടുക്കാൻ വേണ്ടിയിട്ട് 1 കോടിയിലേറെ ഭീമമായ സംഖ്യ ചെലവരുന്ന പദ്ധതി തന്നെ എവിടെയും എത്തിയിട്ടില്ല. അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേ വഴി മറ്റുമൊക്കെ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് ഇവിടെ പരിസരത്തൊക്കെ ഉണ്ടാവും. എല്ലാവരും അതുമായി സഹായിക്കണം. മറ്റുള്ള ആളുകളിലേക്ക് കൂടി മെസ്സേജ് എത്തിച്ചു കൊടുത്ത് റമളാൻ കഴിയുമ്പോഴെങ്കിലും അതിൻ്റെ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു സ്ക്വയർ ഫീറ്റിന് 7000 രൂപയും ഒരു മുസല്ലക്ക് 55,000 റുപ്യയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ അടക്കമാണ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ടുള്ളത്. 7000 റുപ്യാണ് സ്ക്വയർ ഫീറ്റിന്. QR കോഡ് വഴിയും മറ്റൊക്കെ എല്ലാവരും അത് സഹകരിക്കണമെന്ന് പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനാണ്, അള്ളാഹുവിൻ്റെ പള്ളിയാണെന്ന് കരുതി എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ നമ്മുടെ ശ്രീമാനി മദ്രസയിൽ നാളെ രാവിലെ 9:30 മണിക്ക് മതപഠന ക്ലാസ് ആരംഭിക്കുകയാണ്. റമളാനോടനുബന്ധിച്ചുള്ള മതപഠന ക്ലാസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗകര്യമുണ്ട്. 9:30 മണിക്ക് ക്ലാസ് ആരംഭിക്കും. നാളെ ഈ വിനീതൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. റമളാനിലൊക്കെ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്ത്രീകൾക്കുള്ള തറാവീഹ് നിസ്കാരങ്ങളുമുണ്ട്. ആ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പള്ളിയൊക്കെ റിനോവേഷൻ വർക്കുകളൊക്കെ പെയിന്റിംഗ് കഴിഞ്ഞ് 10 ലക്ഷത്തിലേറെ ചിലവായി. ഇവിടെ വരിസംഖ്യയായിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കേണ്ട വിഹിതം 500 എന്നുള്ളത് 600 റുപ്യ ആക്കിയത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതെല്ലാവരും കൊടുത്തു തീർക്കണം. എല്ലാവരുടെ വിഹിതം കൊടുത്തു തീർക്കണം. ഇന്ന് സംഭാവനകൾ കൊണ്ടുവന്ന ആളുകൾ ജുമഅക്ക് ശേഷം ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസിൽ ആ ഫീസ് കൊടുത്താൽ നടക്കാനുള്ള സൗകര്യമുണ്ട്.
എല്ലാവരും ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം. അതുപോലെ 1000 രൂപയും 2000 രൂപയും കൊടുക്കേണ്ട ആളുകൾ അതും കൊടുക്കണം. 500 എന്നുള്ളത് നമ്മൾ 600 ആക്കിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കുക തന്നെ വേണം. പരിശുദ്ധ റമദാനാണ്, നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടത്തി പോകണമല്ലോ. അത് ആർക്കും വേണ്ടിയിട്ടല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിആറുകളാണ്. എല്ലാവരും അത് ബാക്കിയാക്കാതെ കടമാക്കാതെ എല്ലാവരും കൊടുത്തു തീർക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിൽ അള്ളാഹു നമ്മൾ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക.